നമസ്കാരം. നമ്മുടെ എല്ലാവരുടെയും കൈവശമുള്ള ഒരു ഡോക്യുമെന്റാണ് പാൻ കാർഡ് എന്ന് പറയുന്നത്. ബാങ്കിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിനും ഏതെങ്കിലും തരത്തിലുള്ള ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടത്തുന്നതിനും പിന്നെ ഇതിനെ ഒരു ID പ്രൂഫായും അതുപോലെ തന്നെ ITR ഫയൽ ചെയ്യുന്നതിനും ഒക്കെ ഈ പാൻ കാർഡിന്റെ ഉപയോഗം വരാറുണ്ട്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഡോക്യുമെന്റിനെ കുറിച്ച് വന്നിട്ടുള്ള ഒരു പുതിയ അപ്ഡേറ്റ് ആണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ 2025 ഡിസംബർ 15 ആയിട്ടുണ്ട്. 2026 ജനുവരി 1 മുതൽ, അതായത് ഈ മാസം അവസാനത്തിന് ശേഷം 2026 ജനുവരി 1 മുതൽ നമ്മുടെ പാൻ കാർഡ് ഉപയോഗരഹിതമായി തീരുന്ന അല്ലെങ്കിൽ ഇനോപ്പറേറ്റീവായി തീരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് വരാൻ പോകുന്നത്. അങ്ങനെ ഇനോപ്പറേറ്റീവ് ആകാതിരിക്കാൻ എല്ലാ പാൻ കാർഡ് ഹോൾഡേഴ്സും നിർബന്ധമായും ചെയ്യേണ്ട ഒരു കാര്യത്തിലേക്കാണ് നമ്മൾ ഇനി കടക്കാൻ പോകുന്നത്. വർക്കിംഗ് ക്ലാസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പാൻ കാർഡ് പോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള മറ്റൊരു ഡോക്യുമെൻ്റാണ് ആധാർ കാർഡ്. ഇത് രണ്ടും നമ്മുടെ രണ്ട് ID പ്രൂഫുകളായിട്ട് ഉപയോഗിക്കാറുണ്ട്. സെൻട്രൽ ഗവൺമെൻറ് ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊരു പുതിയ നിയമമൊന്നുമല്ല, വളരെ നേരത്തെ തന്നെ നമുക്ക് ഈ നിയമത്തെക്കുറിച്ച് അറിയാം, എന്നാൽ അറിഞ്ഞിട്ടില്ലാത്തവരുമുണ്ട്. എന്താണ് ആ നിയമം? പാനും ആധാറും ലിങ്ക് ചെയ്തിരിക്കണം എന്നതാണ് ആ നിയമം. ഇപ്പോൾ ഈ 2025 ഒക്ടോബർ 1 ശേഷം പാൻ എടുത്തിട്ടുള്ളവർക്ക് പേടിക്കാനൊന്നുമില്ല. അവരുടെ പാനും ആധാറും ഓൾറെഡി ലിങ്ക്ഡ് ആയിരിക്കും. എന്നാൽ ഈ ഒക്ടോബർ 1 മുൻപ് പാൻ കാർഡ് എടുത്തിട്ടുള്ളവരാണ് ശ്രദ്ധിക്കേണ്ടത്. അവർക്ക് ഈ പാൻ ആധാർ ലിങ്കിങ് നടന്നിട്ടില്ല എങ്കിൽ ചില ബുദ്ധിമുട്ടുകൾ നേരിടാൻ പോവുകയാണ്. എന്തൊക്കെയാണ്? ഒന്നാമത്, നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ പാൻ ഇനോപ്പറേറ്റീവ് ആവുകയാണ്. പാൻ ഇനോപ്പറേറ്റീവ് ആവുക എന്ന് പറഞ്ഞാൽ എന്തൊക്കെ തടസ്സങ്ങളുണ്ടാകും? എല്ലാ തരത്തിലുമുള്ള ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്, ഇപ്പോൾ ബാങ്ക് ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഓൺലൈൻ ട്രാൻസാക്ഷൻസ്, ഇതെല്ലാം അങ്ങ് സ്റ്റോപ്പ് ആവും. പിന്നെ ITR ഫയലിംഗ് നടത്തുന്നതിന് നമുക്ക് എന്ത് വേണം? പാൻ കാർഡ് വേണം. അപ്പോൾ നമ്മൾ അടുത്ത വർഷം IT റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് പാൻ കാർഡ് ചോദിക്കുമ്പോൾ നമ്മൾ പാൻ നമ്പർ എൻ്റർ ചെയ്യും. എന്നാൽ ഈ പാൻ കാർഡ് ഇനോപ്പറേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ആ പാൻ കാർഡ് കൊണ്ട് ഗുണമില്ല, അപ്പോൾ അത് റിജക്ഷൻ ആവും. പിന്നെ മറ്റൊന്ന്, ഈ ITRൻ്റെ റീഫണ്ട് ക്ലെയിം ചെയ്യാനായിട്ട് നമ്മൾ ITRൽ അധികം പൈസ അടച്ചിട്ടുണ്ട്, അത് നമുക്ക് തിരിച്ചു കിട്ടാൻ എല്ലാ പ്രാവശ്യം നമ്മൾ ITR ഫയൽ ചെയ്യുകയും ചെയ്യും. റീഫണ്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരികയും ചെയ്യും. എന്നാൽ ഈ ഫണ്ട് നമുക്ക് ക്ലെയിം ചെയ്യുന്നതിന് പാൻ കാർഡ് ഇല്ലെന്നുണ്ടെങ്കിൽ സാധ്യമല്ല. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നം ITR ബന്ധപ്പെട്ട് തന്നെയാണ്. സാധാരണഗതിയിൽ നമ്മളൊരു സ്ലാബ് റേറ്റിലാണ് TDS എല്ലാ മാസവും കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 5%, 10%, 15%, 20% അങ്ങനെയാണ് ചെയ്യുന്നത്. എന്നാൽ പാൻ കാർഡ് ഇല്ലാത്ത ഒരു വ്യക്തിയുടെ TDS അല്ലെങ്കിൽ TCS കട്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക? ഈ സ്ലാബ് റേറ്റുകളൊന്നും ബാധകമല്ല, ഡയറക്റ്റ് 20% വെച്ചായിരിക്കും അപ്പോൾ ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതിനെ ഹയർ റേറ്റിൽ TDS അല്ലെങ്കിൽ TCS കളക്ട് ചെയ്യുക എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ സ്ലാബ് റേറ്റ് ബാധകമല്ലാതെ വരും എപ്പോൾ പാൻ കാർഡ് ഇനോപ്പറേറ്റീവ് ആയാൽ. അപ്പോൾ മനസ്സിലായല്ലോ എത്രമാത്രം ഇമ്പോർട്ടൻസ് ആണ് ഈ ഒരു പുതിയ അപ്ഡേറ്റിൽ വന്നിരിക്കുന്നതെന്ന്. അതുകൊണ്ട് തന്നെ എല്ലാവരും അവരുടെ പാൻ കാർഡും ആധാറും തമ്മിൽ ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതും ലിങ്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ലിങ്ക് ചെയ്യേണ്ടതുമാണ്. മുൻപും പലപ്പോഴും ഇതുപോലെയുള്ള അവസരങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട് ലിങ്ക് ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ട്. അന്നൊക്കെ അത് ഫ്രീ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ 1000 രൂപ ലേറ്റ് ഫീ അടച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ലിങ്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുകൂടി മനസ്സിലാക്കുക. അപ്പോൾ ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ 1000 രൂപ ഓൺലൈനായി അടയ്ക്കാനുള്ള സൗകര്യം കൂടി നമുക്ക് ഉള്ള കാര്യം പറയുകയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കാം. അതിനുശേഷം ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് അത് ലിങ്ക് ചെയ്യുന്നത് എന്നുകൂടി നോക്കാം. അതിനായി നമ്മൾ നേരെ ITRൻ്റെ പോർട്ടലിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിനായി നമ്മൾ ഏതെങ്കിലും ഒരു ബ്രൗസറിൽ ഇൻകം ടാക്സ് ഇന്ത്യ എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഈ കാണുന്ന ഈ ഹോം പേജിൻ്റെ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഇൻകം ടാക്സ് പോർട്ടലിൻ്റെ ഹോം പേജ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ നമുക്ക് ലോഗിൻ ചെയ്യാം, രജിസ്റ്റർ ചെയ്യാം. എന്നാൽ ഇവിടെ ഈ പാൻ ആധാർ ലിങ്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ലോഗിൻ ചെയ്യേണ്ട ആവശ്യമില്ല, രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിവിടെ തന്നെ ഈ ഹോം പേജിൽ തന്നെ അതിനുള്ള സൗകര്യമുണ്ട്. ഇവിടെ നോക്കുക, ക്വിക്ക് ലിങ്ക്സ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ നോക്കുക. ഇവിടെ നമുക്ക് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് വിശദമായി ഒന്നും പറയുന്നില്ല. ഇവിടെ നമുക്ക് നോക്കേണ്ടത് ആദ്യം ലിങ്ക് ആധാർ സ്റ്റാറ്റസ് ആണ്. നമ്മുടെ ആധാറും പാനും തമ്മിൽ ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. അതിന് നമ്മളിവിടെ ലിങ്ക് ആധാർ സ്റ്റാറ്റസിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ലിങ്ക് ആധാർ സ്റ്റാറ്റസിൻ്റെ പേജ് വന്നു. ഇവിടെ നമ്മൾ പാൻ കാർഡും ആധാർ നമ്പറും എൻ്റർ ചെയ്യുകയാണ് ആദ്യം ചെയ്യുന്നത്. പാൻ കാർഡ് നമ്പർ എൻ്റർ ചെയ്യുകയാണ്. നമ്മൾ പാൻ കാർഡ് എൻ്റർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ആധാർ നമ്പർ എൻ്റർ ചെയ്യുക. ആധാർ നമ്പർ എൻ്റർ ചെയ്തു. ഇവിടെ നമ്മൾ വ്യൂ ലിങ്ക് ആധാർ സ്റ്റാറ്റസ് എന്നുള്ളത് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ മെസ്സേജ് വന്നിരിക്കുന്നു, യുവർ പാൻ ഈസ് ഓൾറെഡി ലിങ്ക്ഡ് ടു ഗിവൺ ആധാർ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ക്ലോസ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി
പാനും ആധാറും ലിങ്ക് ചെയ്തിട്ടുണ്ട് എന്ന് ക്ലോസ് ചെയ്യുന്നു. ഇനി പാനും ആധാറും ലിങ്ക് ചെയ്തിട്ടില്ലാത്തൊരു കേസാണെങ്കിൽ എങ്ങനെ ലിങ്ക് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. അതിന് വീണ്ടും നമ്മൾ ക്യാൻസൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്. വീണ്ടും നമ്മൾ ഈ ഹോം പേജിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ താഴേക്ക് വരുമ്പോൾ ലിങ്ക് ആധാർ എന്ന് പറയുന്ന ഒരു ബട്ടണുണ്ട്. ഈ ലിങ്ക് ആധാർ എന്ന ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട കുറേയധികം വിവരങ്ങൾ, അതായത് 2021 മാർച്ച് 28 ഇത് ചെയ്യണമെന്ന് പറഞ്ഞ് ആദ്യം നമുക്കൊരു ഉത്തരവ് വരുന്നത്. എന്നാൽ അതിനുശേഷവും ചെയ്യാത്തവർക്ക് വേണ്ടി വീണ്ടും പല പ്രാവശ്യമായിട്ട് 30 ജൂൺ 2023 അതുവരെ നീട്ടിക്കൊടുത്തിരുന്നു. അതിനുശേഷമുള്ളവർക്കാണ് ഈ 1000 രൂപ ഇവിടെ നിങ്ങൾ ലേറ്റ് ഫീ അടച്ചുകൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ള ഉത്തരവ് വന്നത്. അപ്പോൾ 2 പ്രാവശ്യം നമുക്ക് നീട്ടി തന്നിരുന്നു സമയം. നമ്മളത് ചെയ്യാത്തവർക്കാണ് ഇങ്ങനൊരു ആവശ്യം വന്നിരിക്കുന്നത്. പ്ലീസ് മേക്ക് ഷുവർ ഫീ പേയ്മെൻറ്റ് ഈസ് ഡൺ അണ്ടർ മൈനർ ഹെഡ് 500 അതർ റെസീറ്റ്സ്. അത് നമുക്ക് ആ പേയ്മെൻറ്റ് പേജിലേക്ക് വരുമ്പോൾ നമുക്കത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നിരിക്കും. അപ്പോൾ നമുക്കിവിടെ ആദ്യം ഒന്ന് ലിങ്ക് ചെയ്യാൻ നോക്കാം. പാനും ആധാറും. ഇവിടെ എൻ്റർ പാൻ നമ്പർ, നമ്മൾ പാൻ നമ്പർ എൻ്റർ ചെയ്യുകയാണ്. പാൻ നമ്പർ എൻ്റർ ചെയ്തു. ഇത് സ്റ്റാറ്റസ് നോക്കിയതിന് ശേഷം വേണം ചെയ്യാനുള്ളത്. നോക്കി നമ്മൾ ഓൾറെഡി ലിങ്ക്ഡ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ അത് നമുക്ക് ചെയ്യാൻ കഴിയില്ല. ഇവിടെ ആധാർ നമ്പർ എൻ്റർ ചെയ്യുന്നു. അതിനുശേഷം നമ്മളിവിടെ വാലിഡേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്. ഓൾറെഡി ലിങ്ക്ഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ വാലിഡേറ്റ് ചെയ്യാൻ കഴിയില്ല, നോക്കാം. എന്നാൽ ഇതും ഓൾറെഡി ലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു അക്കൗണ്ട് തന്നെയാണ് ഞാൻ നോക്കുന്നത്. അതുകൊണ്ട് ഇവിടെ വാലിഡേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴും നമുക്ക് അത് ലിങ്ക്ഡ് ആണെന്നുള്ള മെസ്സേജ് ആയിരിക്കും വരുന്നത്. എന്നാൽ നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ വാലിഡേറ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലിങ്ക്ഡ് അല്ല എന്നുണ്ടെങ്കിൽ ഈ വാലിഡേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ പേയ്മെൻറ്റിനുള്ള പേജിലേക്കായിരിക്കും ഇത് ഓപ്പൺ ആവുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ ഇ പേ ടാക്സ് വഴി നമുക്കത് ചെയ്യാൻ കഴിയും. അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ വീണ്ടും ഹോം പേജിലേക്ക് പോവുകയാണ്. ഈ ഹോം പേജിൽ ഇവിടെ ഇ പേ ടാക്സ് എന്ന ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇ പേ ടാക്സ്. അപ്പോൾ ഇതുപോലെ ഒരു പേജിലേക്കാണ് ഇത് ഓപ്പൺ ആവുന്നത്. ഇവിടെ ഇ പേ ടാക്സിനുള്ള പേജാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ വീണ്ടും പാൻ നമ്പർ എൻ്റർ ചെയ്യുന്നു. പാൻ നമ്പർ ഒന്നുകൂടി കൺഫേം ചെയ്യുന്നു. അതിനുശേഷം മൊബൈൽ നമ്പർ, നമ്മുടെ ആ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറാണ് നമ്മളിവിടെ എൻ്റർ ചെയ്യുന്നത്. ആ മൊബൈൽ നമ്പർ നമ്മളിവിടെ എൻ്റർ ചെയ്തിരിക്കുകയാണ്. ഇനി കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ മൊബൈൽ OTP, നമ്മുടെ ആ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP ഇവിടെ നമ്മൾ എൻ്റർ ചെയ്യണം. ഒരു 6 ഡിജിറ്റുള്ള OTP വന്നു. അത് നമ്മൾ എൻ്റർ ചെയ്യുകയാണ്. അതിനുശേഷം കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ പറയുന്നു യു ഹാവ് ബീൻ സക്സസ്ഫുള്ളി വെരിഫൈഡ് ത്രൂ മൊബൈൽ OTP, ക്ലിക്ക് കണ്ടിന്യൂ ടു മേക്ക് എ ന്യൂ പേയ്മെൻറ്റ്. നമ്മളിവിടെ കണ്ടിന്യൂ ചെയ്യണം. നമ്മൾ എത്ര രൂപയാണ് അടയ്ക്കാൻ പോകുന്നത്? 1000 രൂപ ലേറ്റ് ഫീ അടയ്ക്കാൻ പോവുകയാണ് ലിങ്ക്ഡ് അല്ലാത്തവർ. കണ്ടിന്യൂ ചെയ്യുന്നു. ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ നമ്മൾ ഇൻകം ടാക്സ് എന്നുള്ള ഫസ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഇവിടെ അസസ്മെൻറ്റ് ഇയർ നമ്മൾ സെലക്ട് ചെയ്യാണ്. 25, 26 നമ്മൾ ഈ വർഷത്തേതായതുകൊണ്ട് നമ്മൾ 25, 26 എന്ന് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ടൈപ്പ് ഓഫ് പേയ്മെൻ്റ് ആണ്. അവിടെ മൈനർ ഹെഡ് നമ്മളോട് നേരത്തെ പറഞ്ഞിരുന്നു, ഒരു 500 എന്ന് പറയുന്ന ഒരു മൈനർ ഹെഡിലാണ് നമ്മൾ അടയ്ക്കേണ്ടത്. ഈ അതർ റെസീറ്റ്സ് 500 എന്ന് പറയുന്ന ആ മൈനർ ഹെഡിലാണ് നമ്മളിത് പേ ചെയ്യാൻ പോകുന്നത്. ഇവിടെ സബ് ടൈപ്പ് ഓഫ് പേയ്മെൻറ്റ്, ഫീ ഫോർ ഡിലേ ഇൻ ലിങ്കിങ് പാൻ വിത്ത് ആധാർ, ഇതാണ് നമ്മൾ അടയ്ക്കാൻ പോകുന്നത്. സെലക്ട് ചെയ്യുന്നു, കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ 1000 രൂപ അടയ്ക്കുന്നതിനുള്ള ആ പേജ് എത്തിയിരിക്കുകയാണ്. നമ്മളിവിടെ വീണ്ടും കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നെറ്റ് ബാങ്കിങ് ഉണ്ട്, ഡെബിറ്റ് കാർഡ് ഉണ്ട്, പേ അറ്റ് ബാങ്ക് കൗണ്ടർ ഉണ്ട്. നമുക്ക് ഇതിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. നെറ്റ് ബാങ്കിങ്ങോ ഡെബിറ്റ് കാർഡോ നമുക്കറിയാമല്ലോ, സാധാരണ നമ്മൾ പേ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പേയ്മെൻറ്റ് ഗേറ്റ് വേ ഇൻക്ലൂഡിങ് UPI ആൻഡ് ക്രെഡിറ്റ് കാർഡ്, അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ UPI പേയ്മെൻറ്റ് വഴി നമുക്ക് ചെയ്യാൻ കഴിയും. നമുക്ക് നമ്മുടെ UPI നമ്പർ അറിയാമെന്നുണ്ടെങ്കിൽ ആ UPI നമ്പർ ഉപയോഗിച്ച്, ഇപ്പോൾ HDFC ബാങ്ക് ആണെങ്കിൽ HDFC ബാങ്ക് സെലക്ട് ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക, പേ നൗ കൊടുക്കുക, ഐ അഗ്രി ടു ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമ്മൾ സെലക്ട് ചെയ്യുന്നു, സബ്മിറ്റ് ബാങ്ക് കൊടുക്കുന്നു. ഇപ്പോൾ ഇവിടം വരെ ഞാൻ ചെയ്യുന്നുള്ളൂ. കാരണം ഇതിന് ശേഷം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ 1000 രൂപ കൂടി അധികം അടയ്ക്കേണ്ടി വരും. ഓൾറെഡി ലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു കസ്റ്റമറുടെ പാൻ നമ്പറാണ് ഞാൻ അവിടെ എൻ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ പേയ്മെൻറ്റ് നടത്തുന്നത്. 1000 രൂപ പേയ്മെൻറ്റ് നടത്തുന്നത് എങ്ങനെ എന്ന് നിങ്ങളോട് പറഞ്ഞു തന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പേ ചെയ്ത് കഴിഞ്ഞാലും ഉടൻ തന്നെ അത് ആക്ടിവേറ്റ് ആകണമെന്നില്ല. ഏതാണ്ട് 1 മണിക്കൂറെങ്കിലും എടുക്കും. അതിനുശേഷമേ പേയ്മെൻറ്റ് ആക്ടിവേറ്റ് ആവുകയുള്ളൂ. അതിനുശേഷം വീണ്ടും നമ്മൾ ലിങ്ക് ആധാർ എന്നുള്ള ഓപ്ഷനിലേക്ക് പോയി വാലിഡേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ വരുന്ന ഒരു മെസ്സേജിൽ നമ്മൾ അടച്ച 1000 രൂപയുടെ ചെല്ലാൻ നമ്പർ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഉണ്ടാകും. അവിടെ കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം പിന്നെ വരുന്ന വിൻഡോയിൽ ആധാർ നമ്പറും നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറും കൂടി എൻ്റർ ചെയ്തതിന് ശേഷം ആധാർ വാലിഡേറ്റ് ചെയ്യാനുള്ള കോളം ടിക്ക് ചെയ്യണം. ലിങ്ക് ആധാർ ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം മൊബൈൽ നമ്പറിൽ ഒരു OTP വരും. ആ OTP നമ്മൾ എൻ്റർ ചെയ്തതിന് ശേഷം വാലിഡേറ്റ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ജോലി അവിടെ അവസാനിക്കും. ഇനി 48 മണിക്കൂറിന് ശേഷമായിരിക്കും ഇത് ലിങ്ക് ആയതായി നമുക്ക് കാണാൻ കഴിയുക. ഇത് ചെയ്യുന്ന സമയത്ത്
പലർക്കും ഉണ്ടാകുന്ന ഒരു പ്രധാന പ്രശ്നം ഈ പാൻ കാർഡിലെയും ആധാർ കാർഡിലെയും വിവരങ്ങൾ മിസ്മാച്ച് ആവുന്നുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ പാൻ കാർഡിൽ കൊടുത്തിരിക്കുന്ന അഡ്രസ്സ് ആയിരിക്കണമെന്നില്ല ആധാർ കാർഡിലുള്ളത്, അല്ലെങ്കിൽ പേരിലുള്ള വ്യത്യാസം. പാൻ കാർഡിലുള്ള പേരായിരിക്കില്ല ആധാർ കാർഡിലുള്ളത്, അല്ലെങ്കിൽ ടെലിഫോൺ നമ്പർ, അല്ലെങ്കിൽ മെയിൽ ID. അങ്ങനെയുള്ളവർക്ക് ഈ പാൻ കാർഡിലെയും ആധാർ കാർഡിലെയും വിവരങ്ങൾ മിസ്മാച്ച് ആകുന്ന ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ഈ മിസ്മാച്ച് ഒഴിവാക്കുന്നതിനായി ഇപ്പോൾ നമ്മുടെ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്ന ആധാർ ആപ്പ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഈ ആധാർ ആപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ആധാറിലെ പേര്, മൊബൈൽ നമ്പർ, ഇമെയിൽ ID ഒക്കെ മാറ്റാൻ കഴിയും. ഈ പാനിലുള്ള വിവരങ്ങൾ എഡിറ്റ് ചെയ്യുന്നതിനേക്കാൾ എളുപ്പമാണ് ആധാറിലുള്ള വിവരങ്ങൾ എഡിറ്റ് ചെയ്യാൻ. അതുകൊണ്ട് തന്നെ ഇതെല്ലാം അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഈ മിസ്മാച്ച് ഒഴിവാക്കിയതിന് ശേഷം വേണം ഇത് വാലിഡേറ്റ് ചെയ്യാൻ നോക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ആധാർ ആപ്പ് ഉപയോഗിച്ച് ഈ വിവരങ്ങൾ എഡിറ്റ് ചെയ്യാൻ കഴിയുന്നത്? നമ്മുടെ വീട്ടിലിരുന്നുകൊണ്ട് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെ നമ്മുടെ ആധാറിലെ വിവരങ്ങൾ എങ്ങനെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ കഴിയും, അതിന് എത്ര സമയമെടുക്കും എന്നെല്ലാമുള്ള ഒരു വിശദമായ വീഡിയോ ഇതിൻ്റെ പുറകെ തന്നെ വർക്കിംഗ് ക്ലാസ് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് നോക്കി എല്ലാവരും ആധാറിൽ ഉള്ള വിവരങ്ങളും പാനിലുള്ള വിവരങ്ങളും ഒന്ന് തന്നെ ആക്കിയതിന് ശേഷം ഈ രീതിയിൽ വാലിഡേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആധാറും പാനും കൂടി ലിങ്ക് ചെയ്യുക. എന്തായാലും ഈ പുതിയ അപ്ഡേഷൻ നിങ്ങളുടെ പരിചയത്തിലുള്ള പലരും അറിഞ്ഞിട്ടുണ്ടാവില്ല. ജനുവരി 1 മുതൽ പാൻ കാർഡുമായി ബാങ്കിൽ ചെല്ലുമ്പോഴായിരിക്കും അറിയുന്നത് ഇത് ഇനോപ്പറേറ്റീവ് ആയെന്ന്. അതുകൊണ്ട് തന്നെ ഈ വിവരം അറിഞ്ഞിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക. നമ്മുടെ പരിചയത്തിലുള്ളവർക്കും എല്ലാം ഇതൊന്ന് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഇനിയും വർക്കിംഗ് ക്ലാസ്സിനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക്